അല്ല എങ്ങോട്ടാ? ഞങ്ങൾക്ക് ഈ ഡാൻസുകാരെ ഉഷ ഒന്ന് കാണണം. ഡാൻസ് വളരെ നന്നായിരുന്നു. ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കാൻ വന്നതാണ്. ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയ അഭിനന്ദനം. ഉഷയോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂല, ഞങ്ങൾക്ക് നേരിട്ട് പറയണം. ബഹളം വെക്കരുത് പ്ലീസ്. അച്ഛനെ, ഞങ്ങൾ ബഹളം വെക്കാൻ വന്നൊന്നുമല്ല. യു ആർ റോങ് അല്ലേ? പിന്നല്ല, ഞാൻ ഉഷയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഗ്രീൻ റൂമിൽ വരാൻ ഞങ്ങൾ ആരെ അനുവദിക്കില്ല. എന്നാ അണ്ണ ഒരു കാര്യം ചെയ്യും, ഉഷയോട് ഇങ്ങോട്ട് വരാൻ പറ. നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ വന്നിരിക്കണോ? അയ്യോ, കുഴപ്പമുണ്ടാക്കാനോ? ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ ഞങ്ങൾ വളരെ ഡീസന്റ് ആണെന്ന്? അത് മനസ്സിലായി, വളരെ ഡീസന്റ് ആണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും താഴ്മയായി സംസാരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകാൻ താൻ സമ്മതിക്കില്ല എന്നർത്ഥം. അങ്ങനെ തന്നെ. അഥവാ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയെന്ന് വെച്ചു, ഉഷയെ കണ്ട് സംസാരിച്ചെന്ന് വെച്ചു, താൻ എന്തോ ചെയ്യും? തല്ലോ? കണ്ടേന്നറിയണം. ഒരു കൈ നോക്കണ ബാബു. വേണ്ടടാ. പിന്നെ ഇതിനിറങ്ങി എന്തിനാണ്? വിട്ടേടാ പാവം, പോട്ടെ. സാറേ, ഈ ഹോളിനപ്പുറത്തും ഒരു ലോ ഉണ്ടോ നോക്കണം. അവനൊരു അലവലാതിയാടേ. പിന്നെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് എന്ത് വേണം? അയ്യോ, സാറിനോടല്ല പറഞ്ഞേ. സാറ് കത്തേറിയട്ടെ. കേറാശാനെ, സാറവിടെ ഇരിക്കട്ടെ. ഹെൽമെറ്റ്. അയ്യോ പാവം. ഇനി സാർ ഇറങ്ങിയാട്ടെ. സാറാമ്മ ഇറങ്ങണം. ഇറങ്ങിയാട്ടെ. നിങ്ങൾക്ക് എന്ത് വേണം? പറയാം, ഇത് വാങ്ങണം. എന്താണിത്? കണ്ടില്ലേ, പൂച്ചൻ. ഉഷയുടെ ആരാധകരായ ഞങ്ങളുടെ എളിയ ഉപഹാരം. രാത്രിയിൽ വഴിയിൽ തടഞ്ഞു വെച്ചാണോ ഉപഹാരം തരൽ? സ്റ്റേജ് വെച്ച് തരാൻ ഉദ്ദേശിച്ചതാ, പക്ഷേ നിങ്ങളുടെ മാനേജർ സമ്മതിച്ചില്ല. ദാറ്റ്സ് മൈ ഇൻസ്ട്രക്ഷൻ. എനിക്കിത് ഇഷ്ടമല്ല. ഞങ്ങളെ പോലുള്ള ആരാധകരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പിന്നെ നിങ്ങൾ ആർക്ക് തന്നെ നൃത്തം ചെയ്യുന്നത്? നിങ്ങൾ നൃത്തത്തെ ആരാധിച്ചുള്ളൂ, സന്തോഷം. പക്ഷെ ദയവായി നർത്തകികളെ ആരാധിക്കാൻ തുടങ്ങരുത്. വെൽ സെഡ്. ഉഷയ്ക്ക് നൃത്തം മാത്രമല്ല, സാഹിത്യം അറിയാൻ തോന്നുന്നു. തമാശ കളയും. ഞാൻ ഈ പൂച്ചെണ്ട് വാങ്ങിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവൂ? അതെ. എന്ത് തരൂ? ഒന്ന് ചിരിച്ചൂടെ? ഓ, ചിരിച്ചല്ലോ, അത് മതി. സന്തോഷം. ഇതെന്ത് മര്യാദ? ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ? താങ്ക്സ്. നാണക്കേടായി പോയിട്ടാ ബാബു. അയ്യോ പാവം, സാറിന്റെ പോക്ക് കണ്ടില്ലയോ? സാറങ്ങ് ചമ്മിപ്പോയി. നീ വെറുതെ മെനക്കെട്ട. അത് കളയട്ടെ, നമുക്ക് വേറെ സബ്ജക്ട് സംസാരിക്കും. ഇല്ല, എനിക്കിപ്പോ ഈ ഒരു സബ്ജക്ട് മാത്രമേ ഉള്ളൂ. ഉഷ, ഐ മേക്ക് ഇറ്റ് എ ചാലഞ്ച്. എന്തോന്ന് ചാലഞ്ച്? ഞാനിത് പുല്ലുപോലെ കാണിച്ചു തരാം. എങ്ങനെ? നാളെ കാലത്ത് പൂക്കാരന്റെ വേഷത്തിൽ അവൾക്ക് ഈ പൂ വിൽക്കുകയും ചെയ്യും, കാശ് ലാഭിക്കുകയും ചെയ്യും. ഐ എം സീരിയസ്. ഇതിന് വേഷം കെട്ടലൊന്നുമില്ല. വെറ്റ് വയ്ക്കുന്നു. ഹൗ മച്ച്? 100 രൂപ. ഞാനില്ല. ദാസ്? ഞാനുമില്ല. രമേശ്? നീ തോക്കും, 100 രൂപ കളയുകയും ചെയ്യും. അത് വേണോ? ഞാൻ തോക്കാനോ? ധൈര്യമുണ്ടെ കൈയടി. പക്ഷെ ഒരു കണ്ടീഷൻ, നീ തോറ്റാൽ ഞാൻ എഴുതുക. ഓക്കെ? എന്നാ ഞാൻ പോകട്ടെ. കാപ്പ് കുടിച്ചിട്ട് പോ. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ ലേറ്റായി. ഇനി താമസിച്ച മാനേജർ ഒന്ന് വേളുണ്ടാകും. പോട്ടെ. എന്താ ഇത്ര വൈകിയത്? വഴിയിൽ വെച്ച് ഒന്നുമില്ല അച്ഛാ. ശങ്കരൻകുട്ടി, നീ പോയി. ശ്രമിക്കണ്ട, നീ അകത്ത് പോ. അച്ഛാ, ഇനി എന്താന്ന് പറ? വഴിയിൽ വെച്ച് കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് കാറ് തടഞ്ഞു, അത്രേ ഉള്ളൂ. കാർ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദ്യം ചെയ്യുന്നതിന് ഇടയിൽ നീ കയറി വരുന്നതിനാ?
ആരാണ് അവർ? ഒന്നും ഉണ്ടായില്ല അച്ഛാ. ഒന്നും ഉണ്ടായില്ലെന്നോ? നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണോ? എടാ, കാർ തടഞ്ഞു വെച്ചു എന്ന് വെച്ചാൽ മാർഗതടസ്സം. മാർഗതടസ്സം വകുപ്പ് തന്നോ? അറിയില്ലേ? നിനക്ക് എന്നെ അറിയാമോ? റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ഗോവിന്ദക്കുറുപ്പ് സാർ. റിട്ടയർ ആയെങ്കിലും വകുപ്പൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മാർഗതടസ്സം വകുപ്പ് 118. കുറഞ്ഞത് 6 മാസം കണ്ണു തടവ്. പിന്നെന്തുണ്ടായി? പിന്നെന്തുണ്ടാകാനാ? ഒന്നും ഉണ്ടായില്ല. നിന്നെ കണ്ടാൽ ഇപ്പൊ ഒരു കള്ളസാക്ഷിയുടെ ലക്ഷണമുണ്ടല്ലോടാ. കള്ളസാക്ഷി പറയുന്നു കുറ്റോ? പറയാമോ? എനിക്ക് പോകാൻ ധൃതിയുണ്ട്. 10 ധൃതിയുണ്ടെങ്കിലും മൊഴി പറയാൻ ഇവിടുന്ന് പോകാനൊക്കത്തില്ല. അച്ഛാ, അയാൾ പോയിക്കോട്ടെ. താമസിച്ച മാനേജർ അയാളെ പിരിച്ചുവിടും. ശങ്കരൻകുട്ടി പോയിക്കോ. നടന്ന ഞാൻ പറയാം. എന്നാ പറഞ്ഞു തോലയ്ക്ക്. അവര് കാറ് തടഞ്ഞു നിർത്തുന്നുള്ള നേരാണ്. പക്ഷെ എന്നെ ഉപദ്രവിക്കാനല്ല. പിന്നെ എനിക്കൊരു പൂച്ചണ്ട് തരാനായിരുന്നു. പച്ചക്കള്ളം, പച്ചക്കള്ളം, പച്ചക്കള്ളം. അർദ്ധരാത്രിയിൽ സംഘം ചേർന്ന് മാർഗതടസ്സം ഉണ്ടാക്കി പൂച്ചണ്ട് തരികയോ? ഇതിന് സതുദ്ദേശമില്ലെന്ന് മാത്രമല്ല, ദുരുദ്ദേശവും മാനഹാനിയും പെടും. അയ്യോ, എന്തൊക്കെ കുറ്റങ്ങൾ! മാനഹാനി ഒന്നും ഉണ്ടായില്ല അച്ഛാ. എന്നിട്ട് ആ ചെറുപ്പക്കാർ വന്ന പൂച്ചണ്ട് എവിടെ? അത് കാറിൽ വെച്ച് മറന്നുപോയി. കേട്ടാ കുഞ്ഞലക്ഷ്മി, മോളുടെ വാദം പറച്ചില്. ഇത് പണ്ടാങ്ങൾ പറഞ്ഞല്ലേ, വക്കീലിന്റെ വാദം പൊടി പിടിച്ചു. പക്ഷെ കേസ് തോറ്റുപോയി. ഓ, നിങ്ങളുടെ ഒരു വാദവും കേസും. അവർക്ക് വിശക്കുന്നുണ്ടാവും. മോള് വാ, ഒന്ന് വല്ലതും കഴിക്കും. വാ. അമ്മ ഉറങ്ങിയെങ്കിൽ ഭാഗ്യം. ആറിന് ശബ്ദം കേട്ട് അമ്മ ഉണരില്ലേ? നമുക്ക് കാര്യം ചെയ്യാം. ശബ്ദം ഉണ്ടാക്കാതെ കാളുകൾ നല്ല കത്തിട്ട് തരാം. കുഴപ്പമില്ലല്ലോ. എവിടെ എവിടെ മുൻവശം അവിടെ. ചാളി പതുക്കെ. പോയി ഇത്രയും നേരം നീ എവിടെയായിരുന്നു? സമയം എന്തായി? കാറ് വഴി കേടായി കിടന്നു. പിന്നെ കൂട്ടുകാർ തള്ളിയാ എവിടെ? എടാ, രമേശ് ഉണ്ടായിരുന്നോ കൂടെ? അവനിങ്ങോട്ട് വരട്ടെ. അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കുന്നുണ്ട്. എന്താ പാവം? വേറെ ആരുണ്ടായിരുന്നു? എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. നോക്കിക്കോ ഓരോന്നിനും. എവിടെ പോന്നു? വേണ്ട വേണ്ട വേണ്ട, നീ അവരെ കൂടെ പോയിക്കോ. അതിന് അവരെല്ലാം പോയില്ലേ അമ്മേ? എന്നെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് പറഞ്ഞേക്കാ. വെറും വൈകിട്ട് തലല്ലേ അമ്മേ? വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലേ? ഒരു കാപ്പി കുടിച്ചു. ആഹാ, ഒരു കാപ്പി കുടിച്ചില്ലേ? അത് മതി. ഇവിടെ ഇരുന്നുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പച്ച വെള്ളം പോലും ഞാൻ തരില്ല. പോയി കിടന്നുറങ്ങിക്കോ. അമ്മേ, എനിക്ക് വിശന്നോണ്ട് കിടന്ന ഉറക്കാൻ പറ്റത്തില്ലമ്മേ. ഉറങ്ങണ്ട. എന്നാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരുമല്ലോ. എനിക്ക് എനിക്ക് പോയി കഴിയിട്ടോ.